അഖില പറയുന്നേടാ ഇത് കോളേജ് കഴിഞ്ഞ സീനല്ലേ മച്ചാ. അതല്ല പറഞ്ഞ അന്നേരം തന്നെ തീർത്ത് തെർത്തീവാക്കി. അത് കഴിഞ്ഞിട്ട് കുറെ ഫുട്ബോൾ എല്ലാം കളിച്ചെന്നെല്ലാം പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാ അന്നേരം അങ്ങനെ ലോക്കലായി പോയി ഒതുങ്ങി അടങ്ങി പോന്ന. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നോമ്പെടുത്ത് ഞാൻ കോളേജിൽ പോന്നു 27 നോമ്പ് പഠിക്കും. ഞാൻ പിന്നെ മറക്കണമെന്നാ നീ പറയുന്നത്. പണ്ടേ ഉള്ളൊരു പക തീർത്തതാണെന്ന് വെച്ചാൽ ഇവൻ്റെ കോളേജിൽ ഇവൻ ലീഡേഴ്സ് കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ലീഡേഴ്സ് കോളേജ് ഇവൻ സീനിയറും അവൻ ജൂനിയറുമാണ്. അപ്പോൾ അവിടുന്ന് ഉണ്ടായ ഒരു പ്രശ്നത്തിൽ 2 കൊല്ലങ്ങളായി. അപ്പോൾ അവർ പക പെട്ടെന്ന് ഇവനെ കണ്ടേരോ അവർ പക തീർക്കലേനുണ്ടായത്. കോളേജ് പഠനകാലത്തുണ്ടായ തർക്കത്തിന് 2 വർഷത്തിന് ശേഷം പക വീട്ടി. വാരം പുറത്തിയിൽ സ്വദേശിയായ അധ്യാപക ട്രെയിനിംഗ് വിദ്യാർത്ഥിയെയാണ് ഒരു സംഘം ക്രൂരമായി ആക്രമിച്ചത്. മൂർച്ചയേറിയ ബ്ലേഡ് കൊണ്ട് മുഖത്ത് ആക്രമിച്ചതിനെ തുടർന്ന് ചുണ്ട് കീറി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് പുറത്തിയിലെ മുഹമ്മദ് മുനീസ്. അക്രമി സംഘം നിരന്തരം ഭീഷണി സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. 2 വർഷത്തെ പക, അതും കോളേജ് പഠനകാലത്തുണ്ടായ തർക്കത്തിന്റെ പേരിൽ. ആ കൊടുംപകയുടെ ഇരയായി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് വാരം പുറത്തിൽ സ്വദേശിയായ മുഹമ്മദ് മുനീസ്. ഞായറാഴ്ച രാത്രി 10 മണിയോടെ തെക്കി ബസാറിലെ പെട്രോൾ പമ്പിന് സമീപത്തെ മിൽമ ബൂത്തിൽ ചായ കുടിച്ചു നിൽക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത്. പുറത്തിൽ സ്വദേശികളായ സലാഹുദ്ദീൻ, അസ്ഹദ് എന്നിവരും മുനീസിന് ഒപ്പമുണ്ടായിരുന്നു. പൊടുന്നനെ എത്തിയ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് സലാഹുദ്ദീൻ പുറത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാൽടെക്സ് മിൽമയിൽ ചായ കുടിക്കാൻ വന്നതാണ്. ചായ കുടിക്കാൻ വരുന്നിടത്ത് മുൻവൈരാഗ്യമാണ് പണ്ടേ ഉള്ളൊരു പക തീർത്തതാണെന്ന് വെച്ചാൽ ഇവൻ്റെ കോളേജിൽ ഇവൻ ലീഡേഴ്സ് കോളേജിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ലീഡേഴ്സ് കോളേജ് ഇവൻ സീനിയറും അവൻ ജൂനിയറുമാണ്. അപ്പോൾ അവിടുന്ന് ഉണ്ടായ ഒരു പ്രശ്നത്തിൽ 2 കൊല്ലങ്ങളായി. അപ്പോൾ അവർ പക പെട്ടെന്ന് ഇവനെ കണ്ടേരോ അവർ പക തീർക്കലേനുണ്ടായത്. അപ്പം ഞാനൊരു സുഹൃത്തും കൂടി ഇവനും ഉണ്ട്. നമ്മൾ 3 ആളാണ് അവിടെ ഉണ്ടായത്. അവർ ആദ്യം വന്നത് അവൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അവൻ സംസാരിക്കുക പോലും ചെയ്തില്ല. ഫസ്റ്റ് കാണുമ്പം തന്നെ അടിക്കുക ചെയ്ത് നല്ല രീതിയിൽ അടിച്ച്. അപ്പം അമ്മ പിടിച്ചു വെക്കാൻ പോയപ്പോൾ ഒരു 3-4 ആൾക്കാർ വേറെ മാസ്കെല്ലാം ഇട്ടിട്ട് വന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും നല്ല വല്ലാണ്ട് രീതിയിൽ ചെയ്ത്. പിന്നെ എന്തോ കത്തി പോലത്തെ എന്താ കണ്ടിട്ടില്ല, കത്തി തന്നെയാന്ന് തോന്നുന്നു. ചെറിയൊരു കത്തി പോലത്തെ എടുത്തിട്ടാണ് ഇവിടെ മുറിച്ചത്. പിന്നെ പോലീസുകാർ വരുമ്പോൾ അവർ ഓടിക്കളഞ്ഞിന്. മൂർച്ചയേറിയ ബ്ലേഡ് പോലുള്ള ആയുധം കൊണ്ടായിരുന്നു ആക്രമണം. മുനീസിന്റെ ചുണ്ട് ആഴത്തിൽ മുറിഞ്ഞു. ഉടൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഖത്തെ പരിക്ക് ഗുരുതരമായതിനാൽ കിംസിലേക്ക് മാറ്റുകയായിരുന്നു. പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായിരിക്കുകയാണ് മുനീസ്. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മുനീസ് ഉള്ളത്. 2 വർഷം മുമ്പ് ആദികടലായി ലീഡേഴ്സ് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായ തർക്കമാണ് ഈ പകക്ക് കാരണമായത്. മുനീസിന്റെ ജൂനിയറായി പഠിച്ച ചിലരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പരാതി. സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പ് നടന്ന തർക്കത്തിന്റെ പേരിൽ അക്രമി സംഘം നിരന്തരം മുനീസിനെയും കൂട്ടുകാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. മുനീസിന്റെ സുഹൃത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. സ്കൂളുകളിലും ക്യാമ്പസുകളിലും മറ്റും യുവാക്കളും വിദ്യാർത്ഥികളും പരസ്പരം അക്രമം നടത്തുന്നതും ലഹരിക്കടിമപ്പെട്ട് അക്രമം നടത്തുന്നതുമെല്ലാം സമൂഹത്തിൽ ആഴത്തിൽ ചർച്ചയാകുമ്പോഴാണ് 2 വർഷം മുമ്പത്തെ ക്യാമ്പസ് പകയുമായി കണ്ണൂരിൽ അക്രമി സംഘം അഴിഞ്ഞാടിയത്. പ്രതികളെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് മുനീസിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.